പതിറ്റാണ്ടുകളായി രേഖയില്ലാത്ത ഭൂമിക്ക് നിയമപരമായ അവകാശം ഉറപ്പാക്കി സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഭൂമിക്കും രേഖ പദ്ധതി പ്രകാരം കോതമംഗലം കടവൂർ വില്ലേജിലെ മാവും തൊട്ടിയിൽ 54 പട്ടയങ്ങൾ വിതരണം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം താലൂക്ക് കടവൂർ വില്ലേജിലെ മാവുംതൊട്ടി പ്രദേശത്ത് ഭൂപട്ടയങ്ങളുടെ വിതരണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഭൂപതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഭാഗമായി കൊടുക്കുന്ന പട്ടയ വിതരണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ എല്ലാ വിധത്തിലുള്ള നടപടികളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആ വിധത്തിൽ അതിവേഗം ആ പദ്ധതികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും എന്ന് ഈ ഘട്ടത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടമ്പുഴയിലും കടവൂരും നെയ്യമംഗലത്തിലും ഒക്കെയുള്ള വില്ലേജുകളിലായി 4000 മുതൽ 5000 വരെയുള്ള അപേക്ഷകൾ നമ്മൾ അവസാന ഘട്ടത്തിലാണ്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വകുപ്പുകൾ തമ്മിലുള്ളതല്ല, ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ നോട്ടിഫിക്കേഷൻ പീരീഡുമായും 73-ലും 69-ലും ഇറക്കിയ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട വ്യക്തതകളാണ് ഈ മാസം തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുന്നു. വനംവകുപ്പ് മന്ത്രിയും ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടിച്ചേർന്ന അധികാരിയുമായിട്ടുള്ള യോഗം കാര്യത്തിൽ നടത്തി പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ തടസ്സങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിട്ടുണ്ടെങ്കിലും രേഖയില്ലാത്ത ഭൂമിക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഭൂമിക്കും രേഖ എന്ന പദ്ധതി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാവുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന നിലപാടിൽ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം താലൂക്കിൽ സ്പെഷ്യൽ ഓഫീസ് മുഖാന്തരം നടപടികൾ സ്വീകരിച്ച 64 പട്ടയങ്ങളിൽ വിതരണത്തിന് ശേഷമുള്ള 54 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ആന്റണി ജോൺ MLA അധ്യക്ഷനായ ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ടാതിഥിയായിരുന്നു. കോതമംഗലത്തെ സംബന്ധിച്ച് കോതമംഗലം താലൂക്കിലെ പട്ടയ പ്രശ്നം അതിസങ്കീർണമായ പട്ടയ പ്രശ്നങ്ങളാണ്. ആ പട്ടയ പ്രശ്നങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി സമയാസമയങ്ങളിൽ ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ക്യാബിനറ്റിലടക്കം ഇടപെടേണ്ട വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സമയബന്ധിതമായി പരിഹരിക്കുന്നത്. ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, നഗരസഭാ ചെയർമാൻ KK ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, മൂവാറ്റുപുഴ RDO അനി PN തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.